Hello everyone, welcome to Mahimas cooking class. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള പുളിങ്കറിയുടെ റെസിപ്പിയാണ്. നമ്മൾ പുളിങ്കറി പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്, പല വെജിറ്റബിൾസ് ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുമ്പളങ്ങയും മത്തങ്ങയും ഉപയോഗിച്ചിട്ടുള്ളൊരു പുളിങ്കറിയാണ്. അപ്പം അതിനായിട്ട് ആദ്യം നമുക്ക് മത്തങ്ങയും കുമ്പളങ്ങയും ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് 1 കപ്പ് മത്തങ്ങ, ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കുമ്പളങ്ങയും ഇതേപോലെ തന്നെ 1 കപ്പ് കുമ്പളങ്ങ. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഒരു 2 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയുടെ ചേർക്കും. ട്രഡീഷണലി മുളക് പൊടി ചേർക്കാറില്ല എങ്കിലും ഇതൊരു നിറം കിട്ടാനായിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു 3/4 ടീസ്പൂൺ കൂടെ ചേർത്തു. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വേവണം, അതുവരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തീ കുറച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് സാധനങ്ങൾ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ. അതിനായിട്ട് ഈ ഒരു പാൻ ചൂടാക്കാം. ഒരു 1.5 ടീസ്പൂൺ മല്ലി, ഹോൾ മല്ലിയാണ് ഇതിന് നല്ലത്. ഒരു 1/2 ടീസ്പൂൺ ഉലുവ, വറ്റൽ മുളക് ഒരു 4ഓ 5ഓ ചേർക്കാം. കൂടാതെ 2 ടീസ്പൂൺ അരിയും കൂടെ ചേർക്കാം. അപ്പോൾ ഈ കറിക്ക് കൊഴുപ്പ് കിട്ടുന്നത് നമ്മുടെ ഈ ഒരു മിക്സ്ചറിൽ നിന്നാണ്. ഈ അരി എല്ലാം കൂടെ വറുത്ത് പൊടിച്ച് ചേർക്കുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു ഫ്ലേവറും വരും, കൂടാതെ നല്ലൊരു കൊഴുപ്പും കിട്ടും. വളരെ കുറച്ച് തേങ്ങ മാത്രമുള്ള പുളിങ്കറിക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ചെറിയ ചൂടിൽ കിടന്ന് ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് റോസ്റ്റഡ് ആകുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. കറിവേപ്പിലയുടെ നിറം മാറാണ്ടിരിക്കാനാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്തത്. ഒന്ന് ചെറുതായിട്ട് റോസ്റ്റഡായി തുടങ്ങുമ്പോൾ കറിവേപ്പിലയും കൂടെ ചേർക്കുക. അപ്പോൾ ഈ റോസ്റ്റിങ്ങിൻ്റെ പരുവെന്ന് പറയുന്നത് ഉലുവ മൂത്ത് നല്ലൊരു മണം വരും. ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഓഫ് ചെയ്യുക. ഈ ഒരു പരുവ് കണ്ട കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ക്രിസ്പായിട്ടുണ്ട്. ഓഫ് ചെയ്തിടാം. നന്നായിട്ട് കൂളായി കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതേപോലെ പൊടിച്ചെടുത്തു. ഭയങ്കര ഒരു മണമാണ്, ആ ഉലുവയുടെയും അരിയുടെയൊക്കെ നല്ലൊരു മണം. നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന മിക്സറിലേക്ക് ഏകദേശം 20 മിനിറ്റോളം എടുത്തു ടൈം. ഈ വേവിച്ച് വെച്ചേക്കുന്ന മിക്സറിലേക്ക് ഇത് ചേർക്കാം. ഒന്നെങ്കിൽ കലക്കിയിട്ട് വേണമെങ്കിലും ചേർക്കാം, കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് വേണം ചേർക്കാം, അല്ലെങ്കിൽ ഇതേപോലെ. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ പുളിങ്കറിയാണല്ലോ, അപ്പോൾ ഇതിനകത്ത് പുളി നന്നായിട്ട് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള പുളി എടുത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കാം. നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്ത് വെക്കുകയാണെങ്കിൽ പുളി നന്നായിട്ട് ഇറങ്ങും. ഈ പുളിയും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് വീണ്ടും ഓണാക്കാം. പുളി ചേർത്ത് നന്നായിട്ട് തിളയ്ക്കണം. പുളിയും പൊടിയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. തിളച്ച ശേഷം 5 മിനിറ്റും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇവിടെ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ കുറച്ച് അരച്ചെടുക്കാനായിട്ടുണ്ട്. വളരെ കുറച്ച് തേങ്ങ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. ഞാൻ മിക്സിയുടെ സെയിം ജാർ തന്നെ യൂസ് ചെയ്യുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയേ ഉള്ളൂ. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക.
തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തു. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതിനകത്തേക്ക് ഒഴിക്കാം. ഇതിൻ്റെ പരുവം നോക്കിയാൽ വെജിറ്റബിൾസൊക്കെ വെന്തു, കുറച്ച് ഉടഞ്ഞിട്ടുണ്ട്, ശകലം ചെറുതായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിന് തിക്നെസ് ഉണ്ട്, ഗ്രേവിക്ക് ആവശ്യത്തിന് തിക്നെസ്സും ആയിട്ടുണ്ട്. നമുക്ക് എത്ര ഗ്രേവി വേണമോ അതിനനുസരിച്ചിട്ട് തേങ്ങയുടെ ഒപ്പം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ചേർക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവാണ്, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുകയാണ്. കൂടാതെ ഒരു ടീസ്പൂൺ ശർക്കരയും കൂടെ ചേർക്കാം. മധുരം എപ്പോൾ അവരോട് ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കുക. അപ്പോൾ തേങ്ങ ചേർത്ത ശേഷം നമുക്ക് ഓഫ് ചെയ്യാം, ചൂടാകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം. ചട്ടി ആയതുകൊണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നേരം കൂടെ തിളയ്ക്കും. നോക്കി ഈ ഒരു അയവിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഒത്തിരി തിക്കുമല്ല, എന്നാൽ ആവശ്യത്തിന് നല്ല തിക്നെസ്സും ഉണ്ട് തന്നെ. ഇനി നമുക്കിതിനകത്തേക്ക് വറവ് ചേർക്കാനുണ്ട്, കടുക് വറുക്കാനായിട്ടുണ്ട്. വറവിടാനായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കാം. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. 2 വറ്റൽമുളക് കൂടെ ചേർത്തു. കുറച്ച് കറിവേപ്പില ഇനി ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ഫ്ലേവറിന് ഒരു നുള്ള ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് അടച്ചു വെക്കാം. ഒന്ന് മിക്സ് ചെയ്യുക, അതിനുശേഷം ഒന്ന് അടച്ചു വെക്കാം. അതിൻ്റെ ഫ്ലേവർ എല്ലാം കൂടെ ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പുളിങ്കറി റെഡിയാണ്. ഈ അളവെന്ന് പറഞ്ഞാൽ ഒരു 4-5 പേർക്ക് സെർവ് ചെയ്യാവുന്ന ഒരു പോർഷനാണ് നമ്മൾ ഷെയർ ചെയ്തത്. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പുളി ഉണ്ടാവും, ചെറിയൊരു മധുരം ഉണ്ടാവും, പിന്നെ നമ്മൾ ആ മല്ലിയും ഇതും ഉലുവയൊക്കെ വറുത്തതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറും ഉണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.